Dr. Sohan Roy. Hi, hi. I'm Malvika. Hi. Welcome to Walk With Me. Nice So meeting. good to see you. Yeah. ചേട്ടന് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. You don't come to Cochin ഒത്തിരി അല്ലേ? ഇല്ല ഭയങ്കര ഹെക്ടിക് ട്രാവൽ ആയിരുന്നു. But then Cochin is സാറിന്റെ എന്താ പറയാ തുടക്കം അല്ലേ? The city that shaped you to do what you do. മോർ ദാൻ 40 years ഞാൻ കൊച്ചിയുടെ സന്തതിയാണ്. Okay. എൻ്റെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ സെയിൻറ്റ് പോൾസിലാണ് പഠിച്ചത്. Okay. അതിനുശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് ചെയ്തു. പിന്നെ ഇപ്പം കൊച്ചിയിൽ ഞങ്ങൾക്ക് ബേസ് ഉണ്ട്. മോർ ദാൻ 600-700 എംപ്ലോയീസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ ഇറ്റ്സെൽഫ്. അതുകൊണ്ട് എല്ലാ മാസവും വരാറുണ്ട്. അങ്ങനെ ഇത്തവണ എത്തി. That's nice. I'm glad I got you. Shall we walk? Sir, so maritime industries-ൽ ഭയങ്കര വലിയൊരു മാർക്ക് ഉണ്ടാക്കിയ ആളാണ് സർ. കൊച്ചിയിൽ നിന്ന് ഷിപ്പ് ടെക്നോളജി പഠിച്ച് ഇത്രയും വലിയൊരു എൻഡവറിലോട്ട് എത്താനുള്ള വഴി എന്തായിരുന്നു? ഹൗ ഡിഡ് യു ഗെറ്റ് ദെയർ? നിങ്ങൾ അറിയാവുന്ന പണി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എവിടെ വേണേലും എത്താം. സ്കൈ ഇസ് ദ ലിമിറ്റ്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് കലാപരിപാടി യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പ്, ഒരു ടൈപ്പിംഗ് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് സ്വന്തം വരുമാനത്തിലാണ് ഞാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് എന്താണ് നിങ്ങൾ ഒരു ചെറിയ ഓൺട്രപ്രണർഷിപ്പ് നിങ്ങളുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാനേ മനസ്സ് സമ്മതിക്കത്തുള്ളൂ. വേറെ അവിടെ കീഴ് പറിക്കാൻ തോന്നില്ല. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയതിന് ശേഷമാണ് ഒരു 6 ഇയേഴ്സിന് ശേഷം സ്വന്തമായിട്ട് തുടങ്ങി. അതിൽ വൃത്തിയായിട്ട് ഇത്തിരി ഫോക്കസ് ചെയ്തപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു. അത് വളരെ ഒരു സിമ്പിൾ ഉത്തരമായി പോയി. എന്നാലും എങ്ങനെയാണ് ആ മാരിടൈം ഇൻഡസ്ട്രീസിന്റെ സ്റ്റാർട്ട് എങ്ങനെയാണ്? ഹൗ ഡിഡ് യു? അല്ല ബേസിൽ ഒന്നാമത് എനിക്ക് നേവൽ ആർട്ടിസ്റ്ററിൽ എന്താണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം ഇറ്റ് വാസ് ടോട്ട് ബൈ ജർമൻസ്. അപ്പോൾ അവരുടേതായ ഒരു സിസ്റ്റമാറ്റിക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ആദ്യം തന്നെ കിട്ടി. അതിനുശേഷം ഈ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പരിചയമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തേക്കെന്ന് വെച്ചാൽ എനിക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഷ്ടമുള്ള പരിപാടി. അപ്പം ക്യാമ്പസിൽ വെച്ച് തന്നെ പല ഈവൻറ്റ്സ് ചെയ്യും, പല പ്രോഗ്രാംസ് ചെയ്യും. എസ്പെഷ്യലി ഈ ഡ്രാമാസൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയാതെ ലീഡർഷിപ്പ് സ്കില്ല് വരും. കാര്യം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, കുറേ പേരെ കോർഡിനേറ്റ് ചെയ്യണം. ഈ 4 പേര് 5 വഴിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവരെ സമയത്തിന് കൊണ്ടുവരണം, ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. സ്റ്റേജിൽ എന്തൊക്കെ കുളങ്ങളുണ്ടാവും അതൊക്കെ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യണം. ഇതെല്ലാം അവസാനം എക്സിക്യൂട്ട് ചെയ്ത് കയ്യടി വാങ്ങുന്ന വരെയും ഉള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യണം. ബിസിനസ് ഇതൊക്കെ തന്നെയല്ലേ, കുറേ ആൾക്കാരെ ഒന്നിച്ച് കൂട്ടുക. അവിടെ പ്രേക്ഷകന് പകരം കസ്റ്റമേഴ്സാണ്, അവരെ ഹാപ്പി ആക്കുക. ദെൻ യുവർ വെഞ്ചർ ഈസ് സക്സസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ആദ്യം ഞങ്ങൾ ഡിസൈൻ ആൻഡ് ഇൻസ്പെക്ഷനിൽ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ അത് വളരാൻ തുടങ്ങി. വളരാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ കമ്പനി. ഞാൻ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയിലെ മൂത്ത ജ്യേഷ്ഠനായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അനിയനും അനിയത്തിമാരുമാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിയുമ്പം നമ്മുടെ കുടുംബത്തിൽ അനിയന് ഒരു പുതിയ സാധനം തുടങ്ങണമെന്ന് വെച്ചാൽ പുള്ളി വരും. അപ്പോൾ നമ്മൾ അതിനോട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കുടുംബം ഒത്തിരി കൂടെ വികസിക്കും. അങ്ങനെ വികസിച്ച് ഈ ഇപ്പോൾ ഒരു 80 കമ്പനീസ് ഒരു 30 കൺട്രീസിലായിട്ടുണ്ട്. ഇതൊക്കെ ഈ അനിയന്മാരും അനിയത്തിമാരൊക്കെ കൂടെ. എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. യു ഡൈവേഴ്സിഫൈഡ് സോ മച്ച് ഫ്രം മാരിടൈം ബിസിനസ്. യു ഗോൺ ഇൻ ടു വേരിയസ് ഫീൽഡ്സ്. അപ്പം അത് ഈ എന്താ പറയുക കുടുംബം പോലെ കൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയാണോ? ഒന്നാമത് ഞങ്ങൾ അറിയാത്ത പരിപാടിക്ക് അധികം പോകാറില്ല. എവിടെയൊക്കെ ഞങ്ങൾ അറിയാത്ത പരിപാടിക്ക് പോയിട്ടുണ്ട് അവിടെയൊക്കെ ചെറുതായിട്ട് കൈ പൊള്ളും. ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഈ തുടങ്ങുന്ന ഈ 100% വിജയിക്കുമെന്നും. 10% എപ്പോഴും ഗ്യാരണ്ടീഡ് ആണ് പരാജയപ്പെടും. കാര്യം നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ ബിസിനസ്സിൽ എപ്പോഴും 90% റിസ്ക് ഉള്ളതാണ്. പക്ഷെ നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 90% റിസ്കിനെ നമുക്ക് 10% കുറയ്ക്കാം. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം ഈ പ്രോജക്റ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഡിഫൈൻ ചെയ്താൽ ഒരു സാറിന് ഡിസൈൻ ചെയ്യുന്ന പോലെ ആദ്യം പേപ്പറിനകത്ത് ഈ സാധനം ഉണ്ടാക്കണം. എവിടെ എത്തണം, 5 വർഷത്തിൽ എവിടെ എത്തണം. പിന്നെ അത് ലീഡ് ചെയ്യാൻ നല്ല പാഷനുള്ള കഴിവുള്ള ഒരു പ്രോജക്റ്റ് ഹെഡിനെ കിട്ടണം. ഞങ്ങളുടെയൊക്കെ ഈ പ്രോജക്ട്സ് പരാജയപ്പെട്ടേക്കുന്ന എല്ലാ പ്രോജക്ട്സിൻ്റെയും റൂട്ട് കോസ് എടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഹെഡിൽ ആണ് പ്രശ്നം, അല്ലാതെ പ്രോജക്റ്റ് ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾ ആദ്യം സാമ്പിൾ അനാലിസിസ് നടത്തിയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാറുള്ളൂ. സാമ്പിൾ അനാലിസിൽ ഓക്കെ എന്ന് തോന്നുന്ന പ്രോജക്റ്റ് കുറച്ച് കഴിയുമ്പം പരാജയപ്പെടുന്നതിന് കാര്യം വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ പ്രോജക്റ്റ് ഹെഡ് നോക്കി തുടങ്ങുമ്പോഴാണ് പുള്ളി നമ്മളുടെ ഒരു സിസ്റ്റമായി മാച്ച് ചെയ്ത് വരുമ്പോൾ അത് പരാജയപ്പെടും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്ന കമ്പനികളിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാര്യം ടേക്ക് ഓവർ ചെയ്ത് ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രോജക്റ്റ് ഹെഡിനും കൂടെ എടുക്കുമ്പം അവർ നമ്മുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്ത് വരുമ്പം
അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ചെയ്ത എല്ലാ 100% വിജയമെന്ന് കരുതരുത്. 10% റിസ്ക് ഇല്ലാതെ ഉണ്ട്. സോ സാറിന് വെരി എന്താ പറയുക ഒരു റെവല്യൂഷണറി HR പോളിസീസ് ആണ്. ഭാര്യയ്ക്ക് ശമ്പളം, അച്ഛനമ്മമാർക്ക് പെൻഷൻ, അങ്ങനത്തെ ഒരു അല്ല, ഞാൻ ഇതിലോട്ട് പറഞ്ഞില്ലേ, വരാൻ കാര്യം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു ബിസിനസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെ എൻജോയ് ചെയ്യുന്നോ അത് അവർക്കും എൻജോയ് ചെയ്യണ്ടേ? അപ്പം നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ 50-50 ആണ്. ഓരോരുത്തർ വരുമ്പോഴും നമ്മുടെ ഒരു പാർട്ട്ണറെ പോലെയാണ് കാണുന്നത്. അപ്പം ആ വെഞ്ചിൽ 50% നേരെ ആ പാർട്ട്നേഴ്സിന് വേണ്ടി മാറ്റി വെക്കും. അപ്പം എവറി എംപ്ലോയി ഈസ് എ പാർട്ട്ണർ. സോ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ 50% ലാഭത്തിൻ്റെ അവർക്ക് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു യുണീക്ക് ഒരു 25 HR പോളിസീസ് ഉണ്ട്. അത് വേൾഡിൽ വേറെ ഒരു കമ്പനിയും ചെയ്യുന്നില്ല. അത് ഞങ്ങൾ പ്രൗഡോടെ പറയും, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് HR ഫീച്ചേഴ്സുള്ള ഫേം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ, അതിന് നോ ഡൗട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താണ് പെൻഷൻ സിസ്റ്റം ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ പെൻഷൻ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഒരു എംപ്ലോയിക്കും പേടിക്കേണ്ട കാര്യമില്ല. വയസ്സുകാലത്ത് കമ്പനി ഉള്ളിടത്തോളം കാലം ദേ ആർ സേഫ്. അല്ലെങ്കിൽ ഞങ്ങൾ നാളെ കമ്പനി ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി അതിൽ നിന്നുള്ള ലാഭം നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി അവർക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സാറിന്റെ വില്ലിൽ പോലും അങ്ങനെയുണ്ട് എന്നാണ്. ഇപ്പം നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ഫാമിലി അത് ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് റിട്ടേൺ ദി വിൽ രജിസ്റ്റേർഡ് ഇറ്റ്. അതുകൊണ്ട് അതിന് ഒന്നും സംഭവിക്കത്തില്ല. കാര്യം ഇതെല്ലാം നോക്കുന്നത് ഞാനല്ല. ആക്ച്വലി നമ്മുടെ ഓരോ മാസവും ഉള്ള പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് എല്ലാം ഞാനല്ല. അത് വി ഹാവ് എ സിസ്റ്റം. ആ സിസ്റ്റമാണ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ ഈ സിസ്റ്റം അതിങ്ങനെ റൺ ചെയ്യും. അതുകൊണ്ട് നമുക്കിന്ന് എംപ്ലോയീസിൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നു, സ്പൗസസിന് സാലറി കൊടുക്കാൻ പറ്റുന്നു. ഒരു കുട്ടി ജനിച്ചാൽ കുട്ടി ജനിക്കുന്ന അന്ന് തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. അവരുടെ എല്ലാ കാര്യം, അവരുടെ കരിയർ ഡിസൈൻ, ഇനി നാളെ ഒരു എംപ്ലോയിക്ക് ഒരു പ്രോബ്ലം വന്നാൽ അതൊരു ഡെത്ത് ആയിക്കോട്ടെ, പാരാലിസിസ് ആയിക്കോട്ടെ, ലൈഫ് ലോങ് ദ എൻറ്റയർ ഫാമിലി. ഇപ്പം എൻ്റെ അനിയനോ അനിയത്തിക്കോ ഒരു പ്രശ്നം വന്നാൽ അവരുടെ ഫാമിലിയെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതേ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് അവർക്ക് ഫുൾ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ പോലും ഞങ്ങളെ വിട്ടു പോകേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, ക്വാളിറ്റി മെഷർമെൻറ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി മെഷർമെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിങ് 5%-ന് ആ സിസ്റ്റം പറഞ്ഞേക്കും. അതേ ഉള്ളൂ. അല്ലെങ്കിൽ 95% പെർഫെക്റ്റ്. സോ ഞാനിപ്പം ഈ നമ്മുടെ സംസാരം തുടങ്ങിയപ്പോൾ തൊട്ട് സർ എന്ന് പല പ്രാവശ്യം വിളിച്ചു. അപ്പം ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സർ എന്ന പദവി കിട്ടിയ ഒരാളാണ്. അതിനെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് സാധാരണ സർ സ്ഥാനം കൊടുക്കുന്നത് ഈ ക്രിസ്ത്യൻ മൊണാസ്ട്രീസ് ആണ്. അത് ഈ സാധാരണ നൈറ്റ്സിന് കൊടുക്കുന്ന പോലൊരു ഇതാണ്, നൈറ്റ്ഹുഡാണ് ബേസിക്കലി. അപ്പം അത് 13th century ഒരു മൊണാസ്ട്രി ഇറ്റലിയിലുണ്ട്, പാട്ടിയ ഗുൾഫ എന്ന് പറയും. അപ്പോൾ അവർ എല്ലാ വർഷവും ഇതുപോലെ നൈറ്റ്ഹുഡ് കൊടുക്കും. അപ്പോൾ അതിൽ ഗ്ലോബലി അവരൊരു കുറച്ച് പേർക്ക്, അതായത് ലോകത്തിൻ്റെ പ്രൊട്ടക്റ്റേഴ്സായിട്ട് വരുന്ന ആൾക്കാരെയാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ ഗ്രീൻ ഷിപ്പാക്കി മാറ്റിയത് ഞങ്ങളുടെ സ്ഥാപനമാണ്. അപ്പം ഇപ്പം ഏതാണ്ട് 4000 ഷിപ്സ് ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് നൈറ്റ്ഹുഡ് കിട്ടുന്ന സമയത്ത് അന്നും വേൾഡ് റെക്കോർഡാണ്. 1500 ഷിപ്പ് കഴിയുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അന്ന് ഷിപ്സ് എല്ലാം ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ആ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കപ്പലിനെ മാറ്റിയതിൻ്റെ പേരിലാണ്. കാര്യം ലോകത്തിൽ 3-2 കടലാണല്ലോ. അപ്പം 90% ഓഫ് ദ വേൾഡ് കാർഗോ മൂവ് ചെയ്യുന്ന കപ്പൽ വഴിയാണ്. അപ്പം അതുണ്ടാക്കുന്ന പൊല്യൂഷൻ ഇല്ലാതാക്കിയപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ പേരിൽ അവരങ്ങ് തന്നു, ഞാനങ്ങ് വാങ്ങി. അപ്പോൾ അങ്ങനെ വെരി നൈസ് ഫംഗ്ഷൻ. ആക്ച്വലി ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ചടങ്ങാണ്. അവരുടെ സിറ്റിയിൽ മൊത്തം ഘോഷയാത്രയും പരിപാടിയും ഒരു വലിയ ചടങ്ങാണ്. അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ കാണാൻ പറ്റും. സാർ ഇങ്ങനെ കുറേ സിസ്റ്റംസിനെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ സാറിനെ പറ്റി വായിച്ചപ്പം ഒരു വാക്ക് കണ്ടു, വിച്ച് ഐ ഫൗണ്ട് വെരി ഇൻട്രസ്റ്റിംഗ്, എഫിസം. So can you explain that? എഫിസം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ് എഫിസം. അത് എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അതാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു സീക്രട്ട് വെപ്പണാണ്. ഏരിയസ് ഗ്രൂപ്പിൻ്റെ വിജയത്തിൻ്റെ എല്ലാം ഒരു സീക്രട്ട് വെപ്പണാണ്. അതായത് ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി മെഷർ ചെയ്യുക. അതിനൊരു സ്കെയിൽ ആദ്യം നമ്മൾ നിർമ്മിച്ചു. ഒരു 10-200 പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഒരാളുടെ എഫിഷ്യൻസി മെഷർ ചെയ്തിട്ട് ആ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക. ഓരോ ദിവസവും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയും സക്സസ്സും എല്ലാം തീരുമാനിക്കുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടിയാൽ നാച്ചുറലി കമ്പനിയുടെ എഫിഷ്യൻസി കൂടും, കമ്പനിയുടെ എഫിഷ്യൻസി കൂടിയാൽ പ്രോഫിറ്റ് കൂടും. അപ്പം അത് പ്രോഫിറ്റ് സാധാരണ പോലെയല്ല. ഇപ്പം 10% എഫിഷ്യൻസി കൂടുമ്പം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നില്ല. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആക്ച്വലി കുറഞ്ഞിട്ട് പ്രോഫിറ്റ് കൂടുമ്പം 10 ഇരട്ടി എഫക്റ്റാണ് വരുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് 30 to 300% വരെ ഗ്രോത്ത് ഒരു ഡിവിഷനിലുണ്ടാവും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി
FSത്തിനകത്ത് ഈ 200 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു 100 മാനേജ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ സാധാരണ എല്ലാ ഇൻഡസ്ട്രി മൊത്തം ഇന്ന് റൺ ചെയ്യുന്ന ഒറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ISO. ഇതിനകത്ത് ISO ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇത് കൂടാതെ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഓരോ ഉണ്ട്. ഇപ്പം ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം, ആ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഓരോ സ്ഥാപനത്തിൻ്റെയും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ മെഡിസിൻ വെച്ചല്ല അസുഖങ്ങൾ മാറുന്നത്. മെഡിസിൻ ഇല്ലാതെ തന്നെ ഫുഡ് കൺട്രോൾ, നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ആനുവൽ ഹെൽത്ത് ലീവ്, ഇപ്പം എല്ലാ കമ്പനിയുടെയും മെഡിക്കൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം അത് യൂസ് ചെയ്യും. ഞങ്ങളുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ലീവ് ഓരോ വർഷം കുറഞ്ഞ് വരും. കാര്യം ഇപ്പോൾ എംപ്ലോയീസ് അറിയാം മെഡിക്കൽ ലീവ് വെച്ചാൽ ഞാൻ അൺഹെൽത്തി ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു മെഡിക്കൽ ലീവ് മുഴുവൻ കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ് വരുമ്പം നിങ്ങൾ ഹെൽത്തി ആയിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മെഡിക്കൽ ലീവ് എടുക്കാത്ത ഒരു എംപ്ലോയിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഉറക്കം, ഒരു ഫുഡ് കൺട്രോള്, എല്ലാം ഉണ്ട്. വെള്ളം ആവശ്യത്തിന് കുടിക്കണം. മെഡിസിൻ ഇല്ലാതെ ഫുഡിലൂടെ ഈ ഹോട്ടൽസിലെയും ഒക്കെ ഇപ്പോൾ ജങ്ക് ഫുഡ്സ്, നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ കുറച്ച് കഴിയുമ്പം യുവർ ഹെൽത്ത് ഇംപ്രൂവ്സ് ആക്ച്വലി. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് വി ഹാവ് എ വേൾഡ് റെക്കോർഡ് ഇൻ ഡൊണേറ്റിംഗ് ഓർഗൻസ്. ഏറ്റവും കൂടുതൽ ഓർഗൻ ഡൊണേഷൻ സൈൻ ചെയ്തേക്കുന്ന ഞങ്ങളുടെ സ്ഥാപനമാണ്. കാര്യം നിങ്ങൾക്ക് ഓർഗൻ ഡൊണേഷൻ സൈൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓർഗൻസ് നന്നാവണം. ഓർഗൻ നന്നാവണമെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർഗൻസിനെ നന്നാക്കി നോക്കിയാൽ ആദ്യത്തെ ബെനിഫിഷ്യറി ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ ഈ FSO ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രീതിയിലും, അത് നമ്മുടെ ജോബിൽ മാത്രമല്ല 24 മണിക്കൂറിലും നിങ്ങൾ അത് പ്രവർത്തിക്കുക. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം കൊടുത്തു കഴിയുമ്പം ഫൈനൽ ഗോളായിട്ട് നമ്മൾ വെക്കുന്ന ഹാപ്പിനെസ്സാണ്. ഈ ഇപ്പം എല്ലാ സ്ഥാപനങ്ങളും എംപ്ലോയീസിനെ കൂടെ നിർത്താൻ ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കും. ശമ്പളം കൂട്ടിയാലൊന്നും ഒരാളെ ഹാപ്പിയാക്കാൻ പറ്റത്തില്ല. ഫിനാൻസ് മാനേജ്മെൻറ്റ് ആദ്യം പഠിക്കണം. അപ്പോൾ ഈ 100 മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒന്ന് ഫിനാൻസ് മാനേജ്മെൻറ്റ്. 1000 രൂപ കിട്ടുമ്പോൾ 900 രൂപയ്ക്ക് ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ 2000 രൂപ നിങ്ങളുടെ ചിലവെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഫിനാൻസ് മാനേജ്മെൻറ്റ് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞങ്ങളുടെ കരിയർ ഡിസൈൻ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ എല്ലാവരും, ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. കുട്ടികളുണ്ട്, സ്പൗസസ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. കരിയർ ഡിസൈൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. എംപ്ലോയീസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ട്രെയിനിങ് ഉണ്ട്. എല്ലാ വർഷവും 50 മണിക്കൂർ ഇവർ പഠിക്കും. അങ്ങനെ ഇവർക്ക് ഡിപ്ലോമാസ് കിട്ടും, ഡിഗ്രീസ് കിട്ടും, മാസ്റ്റേഴ്സ് കിട്ടും, പഠിക്കുമ്പോൾ തന്നെ, ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ. അതാണ് ചോദിക്കാൻ വന്നത്. സാറിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ് എഡ്യൂക്കേഷൻ. ആൻഡ് യു ഹവ് ഡൺ സം റെവല്യൂഷണറി തിങ്സ് ഇൻ ദി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ സർ? ഞാനൊരു ടീച്ചേഴ്സ് ഫാമിലിയിലാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ കാണുമ്പം ഭയങ്കര വിഷമം തോന്നുക. കാര്യം നമ്മളൊക്കെ ഒരു 50,000 മണിക്കൂർ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെച്ചു, അത് ഇൻവെസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇന്നും ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചതിൻ്റെ ആവശ്യം എന്തിനാണെന്ന് പലർക്കും അറിയത്തില്ല, മനസ്സിലായില്ലേ? ഈ കണക്ക് മാഷിനെ പേടിച്ച് സ്കൂളിൽ പോകാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ 1 മണിക്കൂർ പഠിക്കുന്ന കാര്യത്തിന് ജീവിതത്തിലൊരു ആപ്ലിക്കേഷൻ കാണും. അതേസമയം ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടികളുടെ കരിയർ ഡിസൈനിനകത്ത് ഇപ്പം കുക്കിംഗ് മാൻഡേറ്ററി ആണ്. എല്ലാവരും നിർബന്ധമായിട്ട് 25 ഡിഷ് അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് പഠിക്കണം. അപ്പം വീടാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യം, ജീവിതത്തിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോകണം, അവരുടെ ടാലൻറ്റും പാഷനും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ദേ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. അവർ ഹാപ്പിയാണ്. നമ്മൾ ലൈഫിൽ ഹാപ്പി ആവണമെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അറിയാവുന്ന, നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പാഷനുള്ളടുത്ത് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബാധ്യതയാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടിൽ വരിക. അതാണ് മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് ആർ അൺഹാപ്പി ബിക്കോസ് അവർക്ക് അതിനകത്ത് ടാലൻറ്റും പാഷനും ഇല്ല. ഗതികേട് കൊണ്ടാണ് ജോബ് ചെയ്യുന്നത്, കണ്ടി മറ്റു പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്താണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പോയിട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നത്. ഈ ഓട്ടോറിക്ഷ നിങ്ങൾ 10 വർഷം ഓടിച്ചാലും സീനിയർ ഓട്ടോറിക്ഷ ഡ്രൈവറൊന്നും ആവത്തില്ലല്ലോ. ഇവർക്കറിയില്ല, ഇവരുടെ കരിയർ ഡിസൈൻ ഇവർക്ക് ഉണ്ടെങ്കിൽ ഈ ആരോഗ്യമുള്ള സമയത്ത് അവർ ഓടിക്കില്ല. അതേസമയം ഈ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കേണ്ടത് ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, മറ്റ് ജോബൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ അത് വിട്ടുകൊടുത്തിട്ട് ഈ ആരോഗ്യമുള്ളവർക്ക് കറക്റ്റ് കരിയർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ നമുക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഇതിനേക്കാൾ ഏൺ ചെയ്യാവുന്ന ജോബ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതൊക്കെയാണ് മാറ്റേണ്ടത്. സർ, ഞാൻ കേട്ടതിൽ വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അട്ടപ്പാടിയിലെ അഗളിയിലെ സ്കൂൾ. ഒരു വെരി മോഡേൺ, വെരി ഹൈടെക് സ്കൂൾ ദറ്റ് യു ഹാവ് ബ്രോട്ട് അബൌട്ട്. അല്ല, അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രൈബൽ സ്കൂളാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ സ്കൂളിലെ നമുക്കൊരു 5 വർഷത്തിൽ
ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റിയാൽ എല്ലാവരും അത് ഫോളോ ചെയ്യും. അല്ലാതെ ഞങ്ങൾ പോയിട്ട് അംബാനിയുടെ സ്കൂളിൽ പോയിട്ട് അത് മാറ്റിയിട്ട് കാര്യമില്ല. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു സ്കൂളിനെ മാറ്റിയാൽ എല്ലാവരും അത് ഫോളോ ചെയ്യും. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ആ പ്രോജക്റ്റ്. ഇന്ന് അവിടുത്തെ മാറ്റം കണ്ടിട്ട് ഒരുപാട് സ്കൂൾസിൽ ഇതേ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം വെച്ചാൽ ആ സ്കൂളിലെ എല്ലാ കുട്ടികളും കറക്റ്റ് കരിയർ ഡിസൈൻ നടത്തി അവരുടെ ടാലൻറ്റും പാഷൻ അനുസരിച്ചുള്ള ഇൻഡസ്ട്രിയിലേക്ക് എത്തുക. ഇപ്പം ഞങ്ങളുടെ കമ്പനിയൊക്കെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഈവൻ റഗ്ബി ക്ലബ്ബ് ബേസ്ബോൾ ക്ലബ്ബൊക്കെ അവിടെ ഓൾറെഡി ഫോം ചെയ്ത്. അപ്പോൾ ആ കുട്ടികളൊക്കെ ശ്രമിക്കുന്നത് ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാനാണ്. അവർ കളിക്കാൻ വേണ്ടിയല്ല പലരും, അവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഓരോ സ്പോർട്സിൻ്റെ ഇൻഡസ്ട്രിയാണ് പരിചയപ്പെടുന്നത്. അപ്പം അവർക്കറിയാം ഇപ്പോൾ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ 22 പേര് ഗ്രൗണ്ടിൽ കളിക്കുമ്പം 20,000 പേര് ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, അവിടെ ഗ്യാരണ്ടി സ്ലോട്ട്, അതിനുവേണ്ടി ശ്രമിച്ചാൽ കിട്ടും. അല്ലാതെ വിരാട് കോഹ്ലി ആവാൻ വേണ്ടി കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതം പാഴാകും. കാര്യം അതിൻ്റെ ചാൻസ് .0.001 ആണ്. അത്ര എക്സ്ട്രാ ടാലൻറ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പ്ലെയർ ആവാൻ ശ്രമിക്കാവൂ. അതേസമയം ആ പാഷൻ ഉണ്ടെങ്കിൽ, കളിയോടുള്ള പാഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാം. അപ്പം അവിടുത്തെ ഇപ്പം കുട്ടികളിൽ നിന്ന് ഷെഫുമാരുണ്ടാവും. കാര്യം അവർ വീട്ടിൽ പോയിട്ട് കുക്കിംഗ് പഠിക്കുന്നുണ്ട്. അത് ഇപ്പം സ്വിമ്മിങ്, അവിടെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ല, പക്ഷേ അവർക്ക് പുഴയിൽ പോയിട്ട് സ്വിമ്മിങ് പഠിക്കാം. അവിടെ നല്ല സ്വിമ്മേഴ്സിനെയും ഒക്കെ അല്ലെങ്കിൽ ലൈഫ് ഗാർഡ്സിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തിയേറ്റർ ക്ലാസ് റൂം ചെയ്തു. അത് വേണം, അതില്ലാതെ നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയുടെ ഹെഡ്സ് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യുന്നു, അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടികൾ കംപ്ലീറ്റ്ലി ഒരു വേറൊരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റു സ്കൂൾസ് മാറട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. സോ സർ, ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, കൊല്ലം സെയിലേഴ്സ്. ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. ക്രിക്കറ്റിനോട് ഭയങ്കരമായ ഒരു പ്രേമം, പ്രണയം ഇങ്ങനെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ക്രിക്കറ്റ് പണ്ട് ചെറുപ്പം കാലം തൊട്ടുള്ള ഒരു പാഷൻ ഇരുന്നു. പക്ഷേ സാറിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടു, ക്രിക്കറ്റ് അറിയാമെന്ന് പറഞ്ഞാൽ സാറിൻ്റെ സ്ഥാപനത്തിൽ ജോലി കിട്ടും. ഞാൻ ഇപ്പം കേരളത്തിൽ ഏത് ക്യാമ്പസിലെയും ക്രിക്കറ്റിംഗ് ക്യാപ്റ്റനാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങൾ എടുക്കും. കാര്യം ഞങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡാണ്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഡിവിഷൻ ഹെഡ്സ് എല്ലാം എക്സ് ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ്. കാര്യം ക്രിക്കറ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അതൊരു ജെന്റിൽമാൻസ് ഗെയിമാണ്, അടിപിടി ഒന്നും ഇല്ലല്ലോ. സേഫ്റ്റി ഫസ്റ്റാണ് ക്രിക്കറ്റിൽ, സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ഉണ്ട്. ഇൻഡസ്ട്രിയിലും അത് തന്നെ വേണം. ലോഗിങ് സിസ്റ്റം, ഇൻഡസ്ട്രിയിലെ ISO സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എല്ലാം ലോഗ് ചെയ്യണം. ടാർഗറ്റ് ഓറിയൻ്റ് ആണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ചേസ് ചെയ്യേണ്ടത് ടാർഗറ്റ് ഉണ്ട്, ഇത്ര ഇതിനെ ചേസ് ചെയ്യണം. ഓരോ ബോളിനൊരു സ്ട്രാറ്റജി ഉണ്ട്, ടീം ബിൽഡിംഗ് ഉണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു 25ഓളം ക്വാളിറ്റീസ് ഒരു ഇൻഡസ്ട്രിയിലെ ലീഡറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഈ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അറിയാതെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ഒരു 5 വർഷമെങ്കിലും മിനിമം കളിക്കുമ്പോഴാണ് ഒരു ക്യാമ്പസിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആവാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവർ 5 വർഷം ലീഡർഷിപ്പ് സ്കില്ല് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ കിട്ടിയാൽ നമുക്ക് പിന്നെ ഒരു 6 മാസം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ they are the next managers. അതുകൊണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണെങ്കിൽ നേരെ ഒരു ആപ്ലിക്കേഷൻ വിട്ടോളൂ. ഇത് മാത്രമല്ല, ഈ ഞങ്ങളിപ്പം കൊല്ലം സെയിലേഴ്സ് എടുത്തേക്കുന്നത് അതിനകത്ത് കളിക്കുന്നവർക്കെല്ലാം സാധാരണ ക്രിക്കറ്റിൻ്റെ പുറകെ പോകുന്നതിൽ എന്താണ് IPL പ്ലേയേഴ്സൊക്കെ ആവുന്നവർ വളരെ കുറവായിരിക്കും. അവരൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് ഏൺ ചെയ്യും. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് നാളെ അതുപോലെയുള്ള ടോപ്പ് ലെവലിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വന്ന് പറയൂ വി വാണ്ട് ടു ജോയിൻ ദ ഇൻഡസ്ട്രി. ഏരിയസിൽ ഒരു സ്ലോട്ട് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? കാര്യം ദേ ആർ ഫിസിക്കലി ഫിറ്റ്, മെൻ്റലി ഫിറ്റ്, ഭയങ്കര സ്ട്രോങ് ആണ് അവരെല്ലാം. മറ്റ് ആൾക്കാരുടെ കണക്കല്ല, ഒരു കളി തോറ്റെന്ന് കരുതി ആരും പോയി ആത്മഹത്യ ചെയ്തില്ല. അപ്പോൾ ആ ഒരു വിൽ പവർ ഉണ്ട് ഇവർക്കെല്ലാം. സോ ഇതിനൊക്കെ അപ്പുറം സാറിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, സിനിമ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നേവൽ ആർട്ടിസ്റ്റർ എൻ്റെ ഭാര്യയും സിനിമ എൻ്റെ ഗേൾ ഫ്രണ്ട് വേണം. അത് നല്ലൊരു വാക്യമാണ്. കോളേജിൽ പഠിക്കുമ്പോഴേ സിനിമ എന്നുള്ള സാധനം കൊണ്ട് നടന്നു. പക്ഷേ സിനിമയിലേക്ക് കൊണ്ടുപോകാൻ അന്ന് ഗൈഡായ ആരുമില്ല. എൻ്റെ ബ്രദർ ഗൈഡ് ചെയ്തിട്ട് എന്നെ നേവൽ ആർട്ടിസ്റ്റാക്കി. പുള്ളി നേവൽ ആർട്ടിസ്റ്റർ കഴിഞ്ഞത്, അവൻ്റെ പ്രൊഫസറായിരുന്നു. അങ്ങനെ നേവൽ ആർട്ടിസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് നേരെ സിനിമയുടെ പുറകെ പോയി. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനും നടൻ ദിലീപൊക്കെ ഒരേ ദിവസം പോയതാണ്. സാറ് 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞതുകൊണ്ട് ഒരു വലിയ കമ്പനി ഉണ്ടായി. പക്ഷെ അന്നേരം ഞാൻ നോക്കിയപ്പോഴാണ് മെർച്ചൻ്റ് നേവിയിൽ പോയി കഴിഞ്ഞാൽ 6 മാസം സെയിൽ ചെയ്തിട്ട് 6 മാസം സിനിമയ്ക്ക് പോകാം. അവിടെ പോയി ആ സിനിമ ഒരു ഷിപ്പിന് തീ പിടിച്ച് എൻ്റെ കൂടെയുള്ളവരൊക്കെ മരിച്ച്, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ അത് ഉപേക്ഷിച്ചു. പിന്നെ ഗൾഫിൽ പോയി. പക്ഷെ അതിങ്ങനെ സിനിമ മനസ്സിൽ കിടക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ ഗൾഫിൽ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു കുറച്ച് കഴിഞ്ഞ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം നമുക്ക് കണ്ടെത്താവുന്ന സ്റ്റേജ് വന്നപ്പം
ആദ്യം യൂത്ത് ഫെസ്റ്റിവൽസ് നാട്ടിൽ ഗൾഫിലെ യൂത്ത് ഫെസ്റ്റിവൽസ് നടത്താൻ തുടങ്ങി. ഈ കലയുമായിട്ട് അടുത്ത് വരണമല്ലോ. പിന്നെ സിനിമയിലേക്ക് നല്ല നല്ല ടാലൻസിനെ, കാര്യം എനിക്ക് എന്നെ കൈപിടിച്ച് കയറ്റാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് ആരെങ്കിലും കൈപിടിച്ച് കയറ്റാൻ പറ്റുമല്ലോ എന്ന് കരുതിയാണ് ഈ ടാലൻറ്റ് ഹൺസ് നടത്തി സിനിമയിലേക്ക് ഒരുപാട് പേര് നമ്മൾ വിട്ട്. ഞങ്ങൾ കണ്ടെത്തി വിട്ടവരാണ് നിവിൻ പോളി, അൽഫോൺസ് പുത്രൻ, ഇവരൊക്കെ ഞങ്ങളുടെ ടാലൻറ്റ് ഹണ്ടിലൂടെ വന്ന ആൾക്കാരാണ്. ഗൾഫിൽ നിന്ന് വന്ന മിക്കവാറും എല്ലാ ആക്ടേഴ്സും, അർജുൻ ലാൽ, നിവേദിത, നിരഞ്ജന, ഇവരൊക്കെ ഞങ്ങളുടെ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷനിലൂടെ വന്നേക്കുന്നവരാണ്. 2007 ആയപ്പോഴത്തേക്ക് 2006 ആയപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ ഇറ്റൊക്കെ ഡിപ്ലോമ ഇൻ ഫിലിം ഡയറക്ഷനിൽ ഹോളിവുഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തിട്ട് ഞാൻ അതൊരു TV ചാനൽ തുടങ്ങി. ഇത് കാര്യം ആരുടെയും കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം വിഷ്വൽ മീഡിയയിലേക്ക് വരണം, എൻ്റെ ജോബും കളയാൻ പാടില്ല. അപ്പം മാരിടൈം ഫീൽഡിൽ ഒരു TV ചാനൽ തുടങ്ങുമ്പോൾ എന്താണ്, നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാക്കാം. സിനിമയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ പഠിച്ചു, സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഞാൻ ഷൂട്ടിന് കൊടുക്കും സിനിമയൊക്കെ. അപ്പം സിനിമയുടെ ഷൂട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഒരുമാതിരി ഏകലവ്യൻ്റെ സ്റ്റൈലിലായിരുന്നു, ഒളിച്ചു നിന്നാണ് പഠിച്ചേക്കുന്നത്. അല്ലാതെ ആരുടെയും കീഴിൽ പോയി വർക്ക് ചെയ്തില്ല. അങ്ങനെ 2008 ആയപ്പോൾ തീരുമാനിച്ചു സിനിമ ചെയ്യണം. അങ്ങനെ ഡാം 999 അനൗൺസ് ചെയ്ത് 4 വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു. അതൊരു ഡോക്യുമെന്ററി ആയിട്ടായിരുന്നു? അല്ല, ആദ്യം ഒരു ഡോക്യുമെന്റ് ചെയ്തായിരുന്നു ഫസ്റ്റ്. അത് ഒരു മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഡോക്യുമെന്റ് ചെയ്തൊരു 23 ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. അതൊരു കോൺഫിഡൻസ് കിട്ടിയ സാധനം. അതിനുശേഷം ഡാം 999 ചെയ്തത് വലിയ മെഗാ, ഇതുവരെ ആരും ചെയ്യാത്ത ഫോർമാറ്റിൽ ചെയ്ത് ഓസ്കാറിൽ ആദ്യമായിട്ട് മെയിൻ സ്ട്രീമിൽ ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ സിനിമയാക്കി ഒരു 130 ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും സിനിമ ചെയ്യുന്നുണ്ട്, ഒരാൾ പോലും ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. സിനിമ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ചിത്രകാരനാണെങ്കിൽ നിങ്ങൾക്ക് അത് വരയ്ക്കാൻ ക്യാൻവാസ് വേണം, ബ്രഷ് വേണം, അത് ചെയ്യാനൊരു വിൽക്കാനുള്ള മാർക്കറ്റ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ, എക്സിബിഷൻസ് വേണം. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു $10 billion പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഇൻഡിവുഡ് അനൗൺസ് ചെയ്യുകയാണ്. അതുവഴിയാണ് പിന്നെ ഫിലിം ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവുന്നത്. ഞങ്ങൾ തുടങ്ങുമ്പം ബോളിവുഡ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ 70%, ബാക്കി എല്ലാം കൊണ്ട് 30% ആയിരുന്നു. ഇന്ന് സൗത്ത് 70%, ബോളിവുഡ് 30% വരും. ഇപ്പം നമ്മളെല്ലാം ബോംബെക്ക് പോകാതെ രാമോജി ഫിലിം സിറ്റി ബേസ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയാണ് ട്രിവാൻഡ്രത്ത് ഏരിയസ് പ്ലെക്സ് തിയേറ്റർ ചെയ്ത് അനിമേഷൻ സ്റ്റുഡിയോസ് തുടങ്ങി. ഫിലിം ഫെസ്റ്റിവൽ, ഫിലിം മാർക്കറ്റ്സ്, ഡബിങ് സിസ്റ്റം, വേൾഡ് വൈഡ് മലയാളം സിനിമ വരെ ഇപ്പം ജപ്പാനിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഓഫീസ് വഴിയാണ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഓസ്കാറിലേക്ക് പോകുന്ന എല്ലാ മൂവീസും ഞങ്ങളുടെ ഓഫീസ് വഴിയാണ് പോകുന്നത്, മെയിൻ സ്ട്രീമിൽ. അല്ലെങ്കിൽ ഗവൺമെൻറ് സെൻഡിങ് ഓൺലി ഫോറിൻ ലാംഗ്വേജിൽ ഒരു പടം ഇടുന്നതാണ്. അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ പം ലോട്ട് ഓഫ് മണി, ലോട്ട് ഓഫ് ടൈം എല്ലാം ഇട്ടു. പക്ഷേ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ്ലി ഒന്ന് വഴി മാറ്റി നമ്മൾ ഗേൾഫ്രണ്ടിന് വേണ്ടി സമയം വേണം, നമുക്ക് ഒരു പ്രശ്നമല്ല. സാറിന്റെ കുടുംബത്തെ പറ്റി? എൻ്റെ വൈഫിൻ്റെ പേര് അഭിനി എന്നാണ്, ഇന്റീരിയർ ഡിസൈനറാണ്, നല്ലൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ടീച്ചറൊക്കെ ആയിരുന്നു. 2 മക്കൾ, നിർമാല്യ, നിവേദിയ, ഇരട്ടക്കുട്ടികളാണ്. 2 പേര് നേവൽ ആർട്ടിക്സ് ആണ്, അവരും നർത്തകിമാരാണ്. പക്ഷെ ഒരാൾ അതിനകത്ത് ഇപ്പം ഹിപ്നോതെറാപ്പിയിലേക്ക് ഫീൽഡ് മാറി. ഈ സ്ട്രോങ് കരിയർ ഡിസൈൻ എനിക്ക് പറ്റിയതുപോലെ കക്ഷിക്കും മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോഴാണ് 50,000 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതല്ല ഫീൽഡെന്ന്. അങ്ങനെ ഹിപ്നോതെറാപ്പിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് ഇന്ന് ദുബൈയിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് ഹിപ്നോതെറാപ്പിസ്റ്റാണ്. കുറേ ബിസിനസ് പരിപാടി സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഏരീസ് ഗ്രൂപ്പിൻ്റെ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. കാര്യം ഞങ്ങളുടെ ഗോൾ തന്നെ ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് മൊത്തം ഹെഡ് ചെയ്യുന്നത് കക്ഷിയാണ്. അങ്ങനെ എൻ്റെ ഫുഡ് സ്റ്റെപ്പ് പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. ആൺകുട്ടികളില്ലെങ്കിൽ ഇവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇൻഡിവുഡിനെ പറ്റി ഉള്ള എക്സ്ട്രീംലി പാഷനറ്റ് ആയിട്ട് സാർ പലയിടത്തും ഞാൻ സംസാരിച്ച് കേട്ടായിരുന്നു. I'm really interested to know more about it. ഇൻഡിവുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാമോജി ഫിലിം സിറ്റിയിലാണ് ഇൻഡിവുഡിൻ്റെ മെയിൻ കാർണിവൽ നടന്നുകൊണ്ടിരുന്നത്. കോവിഡ് ആയപ്പോഴാണ് വന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വേൾഡിലെ ഏറ്റവും വലിയ ഫിലിം കാർണിവൽ, ഏതാണ്ട് 3 ദിവസം 20 ഈവൻറ്റ്സ് നടക്കുന്നത്. അതിൽ 43 വെന്യൂസിലായിട്ട് ഇത് പാരലായിട്ട് നടക്കുന്ന ഒരു 110 കൺട്രീസിലെ ഡെലിഗേറ്റ് സെലിബ്രിറ്റീസ് എല്ലാം വരും. അതിൽ ഏറ്റവും മെയിൻ സാധനം ഈ സിനിമ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം പൈസ ഇടാൻ അറിയാവുന്നവർ ഉള്ളവർ വരണ്ടേ. അതിനുവേണ്ടി ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബ് ഉണ്ടാക്കി. അപ്പോൾ ബില്യനേഴ്സ് എല്ലാം അവിടെ വരും. അവരെ ബില്യനേഴ്സ് ക്ലബ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇൻഡസ്ട്രി നമ്മൾ പരിചയപ്പെടുത്തും, സ്റ്റുഡിയോ പരിചയപ്പെടുത്തി ഇവരെ ഫ്യൂച്ചർ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റണം. ഒരു സിനിമ രക്ഷപ്പെടണമെങ്കിൽ കഥയും ഡയറക്ടർ മാത്രം, ആക്ട്രസ് മാത്രം പോരാ.
നമ്മൾ നല്ല ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം ഫ്യൂച്ചറിൽ നിന്നുള്ള. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ബോളിവുഡൊക്കെ ഞെട്ടിയിരിക്കുകയാണ് ഈ സൗത്തിൽ നിന്നുള്ള ടാലൻസ് വരുന്നത് കണ്ടിട്ട്. കാര്യം ഒരുപാട് ടാലൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് എവിടെ ഉണ്ടാക്കിയാലും നമുക്കതിനെ ഇൻറ്റഗ്രേറ്റഡ് ഡബിംഗ് എന്നാണ് പറയുന്നത്. പല ലാംഗ്വേജിലേക്ക് മാറ്റി വേൾഡ് മുഴുവൻ നമുക്ക് എത്തിക്കാൻ പറ്റും. അല്ലാതെ അത് ബോളിവുഡിൽ ചെയ്താൽ മാത്രമേ പോകുന്നുള്ള അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മലയാളത്തിലോ തമിഴിലോ ഏതിൽ ചെയ്താലും നമുക്കിതിനെ മാറ്റിയെടുക്കാം. സോ ഇപ്പം AI വന്നിട്ട് it has added a lot to the art of cinema. Do you think it's going to disrupt or develop? ഞങ്ങളിപ്പം AI വെച്ചിട്ടുള്ള ആദ്യത്തെ മൂവി ഞങ്ങൾ ചെയ്തു. അതിനകത്ത് ഇപ്പോൾ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഈ ആക്ടേഴ്സ് ഉണ്ടാക്കുന്ന തലവേദന. ഭയങ്കര പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങളെല്ലാ വർഷവും ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞങ്ങളുടെ ഹെഡ് ഏക്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ 90% ആക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ഞങ്ങളൊരു ഒരു കാര്യം ചെയ്തത് ആക്ടേഴ്സിനെ ഞങ്ങൾ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഞങ്ങൾ അത് കണ്ടപ്പോഴേ ആലോചിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ഇത്രയും നാൾ ഈ തലവേദന എടുത്തുകൊണ്ടിരുന്നതെന്ന്. ബ്യൂട്ടിഫുൾ ആക്ടേഴ്സിനെ നമ്മൾ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്തു. ടൈം വളരെ കുറച്ച് മതി, കോസ്റ്റ് വളരെ കുറച്ച് മതി, ക്വാളിറ്റി അൺബിലീവബിൾ. അതിലെ ക്യാമറ ആംഗിൾസ് എന്നൊക്കെ നമ്മൾ റെഡിയാക്കി ഇത് റിയൽ ഇതിൽ കൊണ്ടുവരാൻ വളരെ പാടാണ്. അപ്പം AI ഈസ് ഗോയിങ് ടു മേക്ക് എ ബിഗ് റെവല്യൂഷൻ. പക്ഷേ എൻ്റെ ഓഫ് ദി ഡേ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കാണാൻ പ്രേക്ഷകർ വേണം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇപ്പോൾ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മാറുന്നതോടുകൂടി ഇപ്പോൾ ഉള്ള ഫിലിം മേക്കിംഗ് തന്നെ മാറും. കംപ്ലീറ്റ്ലി മാറിപ്പോകും. കാര്യം AI ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യാൻ അല്ലെ ചേഞ്ച് വരുത്താൻ പോകുന്നത് ഫിലിം ഇൻഡസ്ട്രിയിലായിരിക്കും. So more like it's going to disrupt it more than damage. അല്ല ഇനി മുതൽ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ വെറുതെ ഇരിക്കുന്നില്ല. ഇനി ഇവർ ചെയ്യേണ്ടത് AI ഉപയോഗിച്ചുകൊണ്ട് AIയിലുള്ള ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ആഡ് ചെയ്യാൻ ഇത്തിരി ഇതുണ്ട്. അപ്പം നിങ്ങൾ ടാലൻ്റ് ആണെങ്കിൽ യു ആഡ് ഇമോഷൻസ് ഇൻ ടു ഇറ്റ്. അപ്പം നിങ്ങൾ AI പഠിക്കുക. AI ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോൾ സിനിമ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എല്ലാ ട്രെയിനിങ് സിസ്റ്റം ഈവൻ സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാം മാറാൻ പോയി. എക്സിസ്റ്റിംഗ് സ്കൂൾസ് എല്ലാം ഒരു മേ ബി 5 to 10 years ക്ലോസ് ഡൗൺ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് സാധാരണ ഒരു സ്കൂളിൻ്റെ 10-1 സ്പേസിൽ സാധാരണ സ്കൂളിൻ്റെ ഡബിൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ള സിസ്റ്റമാണ്. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിനകത്തേക്ക് ആഴ്ചയിൽ 2 മണിക്കൂർ വന്നാൽ മതി. അതായത് ഒരു മാസം 8 മണിക്കൂർ ഞങ്ങളുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ, പക്ഷേ ദേ ആർ ബിസി. അവർ ഈ 50,000 മണിക്കൂറും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കറക്റ്റ് കാര്യത്തിലായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മേ ബി 10 times or 100 times ദേ വിൽ ലേൺ. എവറിത്തിങ് ഹാസ് എൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് അനുസരിച്ചിട്ട് വിത്തിൻ 3 months ചാലുവാകും. ഈ സിസ്റ്റം നൗ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് അവിടുത്തെ ഗാനയിൽ നിന്നൊക്കെ അവിടുത്തെ ടോപ്പ് ആൾക്കാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ ഗാനയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗാനയിൽ ഇത് വർക്കൗട്ട് ചെയ്താൽ ഹോൾ ആഫ്രിക്ക വിൽ ഫോളോ ദറ്റ് സിസ്റ്റം. അപ്പം ഇനി ഫിലിം മേക്കേഴ്സ് എല്ലാം എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ്സ് ആൻഡ് ഇതിലേക്ക് മാറണം. ഇൻഡസ്ട്രിയൽ ഇനി ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ട്രെയിനേഴ്സിൻ്റെ ആവശ്യമില്ല, എല്ലാം കണ്ടൻറ് ബേസ്ഡ് ആണ്. അപ്പം അതിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാറിനോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ യു വെരി സെൻറ്റിമെൻറ്റൽ, യു ഗിവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ഇമോഷൻസ്. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ ഹുക്ക്? എന്താ പറയുക, ഒരു സെൻറ്റിമെൻറ്റൽ ഹുക്ക് എന്താണ് വെൻ യു സ്റ്റാർട്ടഡ് യുവർ ജേർണി? സെൻറ്റിമെൻ്റൽ ഹുക്കായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു ടീച്ചേഴ്സ് ഫാമിലിയിൽ നിന്നായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ടീച്ചേഴ്സാണ്, ബ്രദർ എല്ലാവരും ടീച്ചർ. പക്ഷേ ബ്രദർ ടീച്ചർ എന്ന് പറഞ്ഞാൽ നേവൽ ടീച്ചർ കഴിഞ്ഞിട്ട് ടീച്ചറായതാണ്. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് നമ്മളെ പലപ്പോഴും നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്യും. അതിലൊരു കാര്യത്തിൽ ഞങ്ങൾ അപ്പം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് വിചാരിക്കുന്ന പേരൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ റിട്ടയർ ചെയ്തു. മക്കൾ 2 പേരും, അച്ഛൻ ലേറ്റ് മാരേജ് ആയിരുന്നു. അച്ഛൻ നേരത്തെ റിട്ടയർ ചെയ്തു. അമ്മയ്ക്ക് മാത്രം ജോബ്. ഒരാൾ എഞ്ചിനീയർ ആവുന്നു, ഒരാൾ മെഡിസിന് പോകുന്നു. അങ്ങനെ എല്ലാ പണവും ഇവരുടെ എഡ്യൂക്കേഷന് വേണ്ടി അങ്ങ് ചിലവഴിക്കുക. ഒന്നുമില്ല, ഒന്നുമില്ല. അവസാനം ഇവരുടെ പേരിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന എല്ലാം വിറ്റു. എന്നെ ഏറ്റവും ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നൊരു സാധനം വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊരു ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു പശു ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്മി പശു ഉണ്ടായിരുന്നു. അതിനൊരു കുട്ടിയുണ്ട്, കുട്ടൻ എന്ന് പറഞ്ഞു. ഞാൻ വളരെ ചെറുപ്പമാണ്. ഒരു ദിവസം ഞാൻ കാണുന്നത് വൈകിട്ട് ഒരാൾ വരുന്നു, ഈ ലക്ഷ്മി പശുവിനെയും കുട്ടനെയും അഴിച്ചുകൊണ്ട് പോവുക. അപ്പോഴേ അറിയുന്നത് അച്ഛൻ അവസാനത്തെ അസറ്റാണ് ഇനി ഈ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള അവസാനത്തെ ഇതും കൊടുത്തു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 100 രൂപയ്ക്ക് ലക്ഷ്മി പശുവും 10 രൂപയ്ക്ക് കുട്ടനെയും വിൽക്കുന്നത്. അപ്പം അത് നമ്മുടെ മനസ്സിലിങ്ങനെ ഹോണ്ടുണ്ടായി. ഈ പണം എന്ന് പറഞ്ഞ ഒരു വലിയ ഷോർട്ടേജ് ഒരു പ്രശ്നമാണ്. അപ്പം ഒരു പക്ഷേ അതായിരിക്കും ഞാൻ പറഞ്ഞത്, ഞാനും അധ്യാപകനായി കഴിഞ്ഞാൽ നാളെ
എൻ്റെ മക്കളുടെ മുന്നിൽ ഞാനൊരു ലക്ഷ്മി പശുവിനെ വിൽക്കേണ്ടി വരും. അതെ. അങ്ങനെ അതുകൊണ്ടാണ് ഒരു സ്റ്റേജ് ആയപ്പം സ്വന്തമായിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂൾ ലെവലിൽ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ്. ഇപ്പം വീട്ടിൽ തന്നെ ജോബ് ചെയ്ത് കഴിയുമ്പോൾ അച്ഛൻ എനിക്ക് ഓരോ മണിക്കൂർ ഒരു വർക്ക് ചെയ്ത കാശ് തരുമായിരുന്നു. അപ്പോൾ ഞാൻ പോക്കറ്റ് മണി എപ്പോഴും ജോബ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് പണത്തിൻ്റെ ഷോർട്ടേജ് അറിഞ്ഞിട്ടേ ഇല്ല. കോളേജ് വെച്ചു അത് തന്നെ ചെയ്തു. അപ്പോൾ അതാണ് ആക്ച്വലി സ്വന്തമായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. നാളെ നമ്മൾ ഒരാളുടെ മുന്നിൽ പോയി കടം കൈ നീട്ടരുത്. ഞാൻ ആകെ എൻ്റെ ലൈഫിൽ കടം വാങ്ങിച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്പനി തുടങ്ങാൻ നേരം അന്ന് 50 ദിർഹംസ് വെച്ചാൽ വെറും 50 ദിർഹംസ് ഉള്ളപ്പോഴാണ് കമ്പനി തുടങ്ങുന്നത്. അന്നാണ് ഞാൻ ബാങ്കിൽ നിന്നോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ ബ്രദറിൻ്റെ അടുത്തു നിന്നൊക്കെ കുറച്ച് പണം കടം വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് വരെ ഉള്ള പണത്തിൽ ജീവിക്കുക. അതുതന്നെയാണ് ഞങ്ങൾ ഈ എഫീസത്തിനകത്തും എല്ലാവരെയും പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ വരുമാനം എന്ത് അതിൻ്റെ 90% ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പം അത് പാലിച്ചു കഴിഞ്ഞാൽ വളരെ ചിട്ടയായിട്ടുള്ളൊരു പോവും. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കണം വെറും ഒരു എംപ്ലോയി ആയിട്ട് പോയിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം എന്നുള്ള എനിക്ക് ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റിമെൻ്റൽ ടച്ച് ഉണ്ടാക്കാവുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരാൾ എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. സാധാരണ നമ്മൾ പറയും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ നല്ല ബിസിനസ്സുകാരാവില്ല, അല്ലെങ്കിൽ ബിസിനസ്സുകാർ ഇമോഷണൽ ആയാൽ പറ്റിക്കപ്പെടും എന്നൊക്കെ. അപ്പം സാറിന് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വേർ യു ഫെൽറ്റ് ലൈക്ക് യുവർ ഗുഡ്നെസ് ഹാസ് ബിൻ? അല്ല, അത് ഒരുപാട് പേര് നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചാൽ അതുകൊണ്ട് നമ്മൾ പാപ്പരായിട്ടില്ല. അതിനകത്ത് ഏറ്റവും ഭയങ്കര ഒരു ഫണ്ണി സ്റ്റോറി ഉണ്ട്. അത് എനിക്ക് ആകെ സമാധാനം, ഞാൻ മാത്രമല്ല അത് പറ്റിക്കപ്പെട്ടത്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാനത് കഥയായിട്ട് ഇറക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരുപാട് 10-20 വർഷത്തിന് മുമ്പാണ് ഞാനൊരിക്കൽ ആലപ്പുഴയിലൊരു ആയുർവേദ സെൻറ്ററിൽ എല്ലാ വർഷവും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോകും. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ആലപ്പുഴയുണ്ട്. അപ്പം അവിടെ മ്യൂസിക് കമ്പോസിങ് നടത്തും, പുള്ളിയെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കുമ്പോഴാണ് ഒരു ദിവസം വനിത മാഗസിൻ എടുത്തു കഴിഞ്ഞപ്പം ഒരു പയ്യൻ്റെ സ്റ്റോറി, ഒരു ഷിഹാബ് സംതിങ്, പുള്ളി IAS സെലക്ഷൻ കിട്ടി, അവസാനം ഹാർട്ടിന് എന്തോ പ്രശ്നമായിട്ട് പുള്ളിക്ക് അത് റിജക്റ്റ് ആയി, ഫൈനൽ ഹെൽത്തിൽ ഔട്ടായി. ഭയങ്കര പുള്ളി ഒരു ദിവസം 18 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. വലിയ സ്റ്റോറി ഉണ്ട്. ഇത് വനിതയിൽ മാത്രമല്ല, ഒരുപാട് ഫേമസ് നാഷണൽ TV ചാനൽസിലൊക്കെ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. പുള്ളി കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും എല്ലാം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഇത്രയും 18 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് അവസാനം പോയി. ഞാൻ ഉടനെ ആളിനെ വിട്ടു. ഈ പയ്യനെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിൽ, അവന് ഹൃദയം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓഫീസിൽ പണിയെടുക്കാൻ പറഞ്ഞു. അന്ന് തന്നെ ഓഫീസിൽ നിന്ന് ആൾക്കാർ പോകുന്നു, ഷിഹാബിനെ പൊക്കിയെടുത്തോണ്ട് വരുന്നു. നീ വളരെ, അവൻ പറഞ്ഞു ഹൃദയത്തിന് പ്രശ്നമുള്ളതാണ്, സൂക്ഷിച്ച് അവിടെ ഒരു മൂലയ്ക്ക് ഇരുത്തി അവനെ കൊണ്ട് ഹെവി പണി ഒന്നും എടുപ്പിക്കരുത്. അങ്ങനെ ഷിഹാബ് ഓഫീസിലെ പെറ്റായിട്ട് മാറി. എല്ലാവരും ഷിഹാബിന് ചായ കൊണ്ട് കൊടുക്കുന്നു, കാപ്പി കൊണ്ട് കൊടുക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, ഷിഹാബ് ഈ ന്യൂസ് കണ്ടിട്ട് ഷിഹാബിന് പലരും പല ഗിഫ്റ്റുകളും അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷിഹാബ് വളരെ നന്നായി ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഓഫീസിൽ കയറി വരിക. അപ്പോൾ ഈ ഷിഹാബിനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഷിഹാബിൻ്റെ കാണാൻ പറഞ്ഞു എൻ്റെ റൂമിൽ വന്നു. 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് IAS ഒക്കെ കിട്ടാൻ ഇത്രയൊക്കെ മതിയല്ലേ, എനിക്ക് നമുക്കൊന്ന് ശ്രമിക്കാമെന്നുള്ളത് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുക ഷിഹാബിന് പെട്ടെന്ന്. അപ്പം ഷിഹാബിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഷിഹാബിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴി ട്രെയിനിൽ വെച്ചിട്ട് അതെല്ലാം പോക്കറ്റടിച്ച് പോയി. അങ്ങനെ ഭയങ്കര അവൻ കഷ്ടപ്പെട്ട് വീണ്ടും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഷിഹാബിന് പെട്ടെന്ന് ക്യാൻസർ. അങ്ങനെ അങ്ങനെ ഷിഹാബിന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കീമോയ്ക്ക് പോകുമല്ലേ, അതിനു വേണ്ടിയുള്ള പ്രത്യേക ലീവുകൾ, കീമോ കഴിഞ്ഞുള്ള വിശ്രമം. പക്ഷെ ഈ കീമോ കഴിഞ്ഞ് വരുന്ന ഷിഹാബിൻ്റെ മുടിയൊന്നും പോകുന്നില്ല. അപ്പം പ്രത്യേകതരം കീമോയാണ് പുള്ളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് പറയുന്നത്, ഒരു ഇവൻ നിങ്ങളുടെ ഇതിലാണോ, ഇതെന്തോ ഇവനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് എനിക്ക്. അന്നേരമാണ് ഞാനും, അതുവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല, ഒരു തവണയല്ല ഇവനെ കണ്ടുള്ളൂ. ഷിഹാബ് സ്പെഷ്യൽ ഇതിൽ പോകില്ല. ഇപ്പം 2 വർഷമായി ഓഫീസിൽ 10-200 പേരുടെ പെറ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഷിഹാബിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. പുള്ളിയെ നോക്കാനായിട്ട് ഏതൊരു പള്ളിയിൽ അച്ഛനൊക്കെയാണ് പുള്ളിയുടെ മെൻറ്ററൊക്കെ. അവസാനം ഞങ്ങളങ്ങോട്ട് ഇറങ്ങി അന്വേഷണം അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് കംപ്ലീറ്റ് കള്ളത്തരം. അന്ന് മുങ്ങിയ ഷിഹാബിനെ ഞങ്ങൾ ഇന്ന് വരെ പിന്നെ കണ്ടിട്ടില്ല. എനിക്ക് ആകെ സമാധാനം, ഞാൻ ഒറ്റയ്ക്കില്ല, ഓഫീസിലുള്ള 200 പേരും അതിൽ ഏറ്റവും മിനിമം കണ്ടേക്കുന്നത് ഞാനാണ്. ബാക്കി എല്ലാ അനിയന്മാരും അനിയത്തിമാരും പെട്ട് ഞാൻ ഇവരെ കളിയാക്കുന്ന തന്നെ ഷിഹാബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ എല്ലാ ഈ വലിയ അഹങ്കാരം കാണിക്കുന്നവരുടെയൊക്കെ ഗ്യാസ് അപ്പം പോകും. സോ ഒരു ഇത്രയും നമ്മുടെ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ
ആഗ്രഹം തോന്നിയാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം? കാരണം ഇങ്ങനത്തെ ഒത്തിരി റെവല്യൂഷണറി HR പോളിസീസ്, കുടുംബം പോലെ ഓർഗനൈസേഷനിൽ എല്ലാവരെയും കാണുന്ന ഒരാൾ, അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ സാറിൻ്റെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? അല്ല, ഞങ്ങളുടെ അവിടുത്തെ HR സെലക്ഷൻ ഒത്തിരി ഹെക്റ്റിക്കാണ്. ഒരു 10 പേരിൽ ഒരാൾക്കേ കിട്ടത്തുള്ളൂ. ഒരു 25 ഫിൽറ്ററിൽ കൂടെ കയറി ഇറങ്ങിയാൽ ഒരാളെ സെലക്ട് ചെയ്യും. പക്ഷേ ഈ 25 ഫിൽറ്ററും 24 മണിക്കൂറിൽ ഞങ്ങൾ ക്ലോസ് ചെയ്യും. കാര്യം ഇത് പാരലായിട്ടാണ് പോകുന്നത്. ഒരാളുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി നമ്മൾ വെരിഫൈ ചെയ്യും. സോഷ്യൽ മീഡിയ നമുക്ക് അറിയാമല്ലോ, AI സിസ്റ്റം എല്ലാം ഉണ്ട് ഇപ്പോൾ. ഇവരുടെ വീഡിയോ റെസ്യൂമേ ഉണ്ട്. ഒരാൾ ഒരു മൊബൈൽ എടുത്തിട്ട് 2 മിനിറ്റ് മൊബൈലിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസൻറ്റേഷനൊക്കെ നമുക്കറിയാം. ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ അറിയാം. ഇവൻ ക്രിമിനലാണോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു 25 ഡിഫറെൻറ്റ് ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ഈവൻ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, പോലീസ് വെരിഫിക്കേഷൻ നമ്മൾ വിതിൻ 24 hours കൊടുത്തിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഈസി വാക്ക് ത്രൂ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ കോളേജ് ടീം, കോളേജിലെ ചെയർമാൻ, അത് ചെയർമാൻ വെച്ചാൽ ഒരു കൺസ്ട്രക്റ്റീവ് പേഴ്സൺ ആയിരിക്കണം. അല്ല ഡിസ്ട്രക്റ്റീവ് അടിയും പിടിയും സമരമായിട്ട് നടക്കുന്നതല്ല. അത് അവരുടെ പ്രൊഫൈലിലും അവരുടെ പ്രീവിയസ് റെക്കോർഡ്സും പ്രോജക്ട്സും കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെയുള്ള ചെയർമാൻസ്, അല്ലെങ്കിൽ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ്, ആർട്സ് ക്ലബ് സെക്രട്ടറീസ്, ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ബൈപ്പാസിങ്ങിനുള്ള കാര്യം അത് സ്പെഷ്യൽ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് പാക്കേജും എല്ലാം ഉണ്ട്. അവരുടെ ഗ്രോത്തും ഭയങ്കരമായിരിക്കും. അപ്പം ഈ കാറ്റഗറിയിലുള്ളവർക്ക് സ്പെഷ്യൽ കാറ്റഗറി അത് പ്രത്യേകം എഴുതുക ആദ്യം തന്നെ. ഞാൻ ചെയർമാൻ ഈ ലേഡീസ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിന് എന്തെങ്കിലും വയനാട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അറിയില്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ വനിതകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളത്. മാരിടൈം ഇൻഡസ്ട്രിയിൽ സാറിന് 2% ലേഡീസേ ഉള്ളൂ. ഞങ്ങളുടെ 12% ആയി കഴിഞ്ഞു. ഇതുകൂടാതെ ആദ്യമായിട്ട് ഫീമെയിൽസിന് വേണ്ടി മാത്രം ഒരു ഓഫീസ് നമ്മളിപ്പം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിക്കറ്റ് ടീം ഫീമെയിൽ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ആണെങ്കിൽ 100% guaranteed. Lovely. So thank you so much. Thank you for walking with me. Thanks for the interview and keep in touch. Thank you. I will.